എന്തോ എന്തോ എന്താടാ വീട്ടിലെന്ത് പറഞ്ഞു? തെറി പിന്നെ കുറെ പ്രാക്കും. ദളപതി പോവല്ലേ? മോനെ ഉമ്മ പാല് കുറെ കുടിപ്പിച്ചു കാണുമല്ലോ. ഞാൻ കുടിച്ചൊന്നുമില്ല. പട്ടായ ബീച്ചിലെ പാൽ പായസം കുടിക്കാൻ പോണ നമുക്ക് എന്തിനാണ് പങ്കാളി പാല്? ഇന്ന് പണിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പെണ്ണുമുള്ള വീട്ടിലിരുത്തല്ലെന്ന്. ഇതാണ് ഞാൻ പെണ്ണ് കെട്ടാത്തത്. എല്ലാ പെണ്ണുങ്ങളെയും കൊതിപ്പിച്ചിട്ട് ഞാൻ കടന്നു കളയും. എന്തോ ഇതാണ് ഞാൻ പെണ്ണ് കെട്ടാത്തതെന്ന്. എങ്ങനെ? ഇതാണ് എനിക്ക് പെണ്ണ് കിട്ടാത്തതെന്ന്. അതാണ് കറക്റ്റ്. തൊഴിഞ്ഞൊഴിഞ്ഞ് മാഷിന്റെ വീട്ടിലേക്ക് വാട്ടാ, പാത്തോടുണ്ട്. നിന്റെയൊക്കെ വണ്ടി പഞ്ചറാവൂടാ. Excuse me, what do you mean by this? പാത്തു, നീ പിന്നെ എന്റെ ബ്രഷ് എടുത്തല്ലേ? എന്താ പുറകില്? കൈ കണ്ടേ? കാണിക്ക്. This is your painting? ഇത് മാഷ് വരച്ചതാ, ബാക്കിയുള്ളതെല്ലാം ഞാൻ വരച്ചതാ. ഡീ, Nice painting. Keep it up. താങ്ക് യു. കയ്യിലൊക്കെ പെയിന്റ് ആക്കി ഇങ്ങോട്ട് കൊണ്ടേ. ഒന്ന് കാണിച്ചു വെച്ചിട്ടേ. ആ സഞ്ജു തന്നെ. സഞ്ജു വാ. പാത്തുമ്മ ആ സഞ്ജു എന്നെ പേടിപ്പിച്ചു. സാറില്ലടോ, സോ ഇല്ലാത്ത കുട്ടിയല്ലേ. ആ സഞ്ജുനെ കണ്ട് പേടിച്ചാണ്. അത് ശരി. അവന് ശരിക്കും എന്ത് പറ്റിയാണ് പക്ഷേ? നേരത്തെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഈ TV റിയാലിറ്റി ഷോയിലൊക്കെ പോയി ഫ്ലാറ്റൊക്കെ സമ്മാനം കിട്ടിയ ഒരു കഥയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. എലിമിനേഷൻ റൗണ്ടിൽ പുറത്തായതിന്റെ ഷോക്കാ കുട്ടിക്ക്. ഇത്ര ചെറുപ്പത്തിലെ ഇമാതിരി ടെൻഷൻ കൊടുത്ത ആർക്കായാലും ഭ്രാന്താവില്ലേ? ഇതാണ് കോളനിക്കാരെത്ര നിർബന്ധിച്ചിട്ടും ഞാൻ ഈ റിയാലിറ്റി ഷോയിലൊന്നും പാടാൻ പോകാത്തത്. അതെ, ഇവന് ഓൾറെഡി ഭ്രാന്ത് ഉണ്ടല്ലേ. എടോ, ഞങ്ങൾക്ക് ഇന്ന് എല്ലാവർക്കും ശമ്പളം കിട്ടുന്ന ദിവസമാണ്. തനിക്ക് എന്ത് ബർത്ത്ഡേ ഗിഫ്റ്റ് വേണ്ടത്? ഒരു ഗിഫ്റ്റ് ആണോ 3 ഗിഫ്റ്റ് ആണോ? ഒന്ന് മതി. തനിക്ക് എന്ത് വേണമെന്ന് പറയടോ. എനിക്കൊരു വലിയ ടെഡി ബെയർ മതി. ബിയറാ? ബിയറല്ല, ബെയർ. ടെഡി ബെയർ എന്ന് പറഞ്ഞ ഈ കരടിയുടെ ബൊമ്മയില്ലേ, അതാ. അത് ഓക്കെ. കാശാവോ? തന്റെ സ്കൂൾ ബസ് വരാൻ സമയമായി. ഉമ്മി വടിയാട്ടിറങ്ങുന്ന മുമ്പ് വീട്ടിലേക്ക് ചെല്ലു. ഹലോ, ഗുഡ് മോർണിംഗ്. ആ പോയി ചാവടാ തെണ്ടി. നിന്നെ അല്ല തെണ്ടി, അത് നല്ലവനായ ഉണ്ണിയില്ലേ, അവന്റെ ഒരു ജൈവ കൃഷിയും ചന്ദനക്കുറിയും വീട് നോക്കലും. അവൻ നല്ലവനായിട്ട് നമുക്കാർക്കും വീട്ടിൽ കിടക്കപ്രതി ഇല്ലല്ലോ. ഉണ്ണിയെ കണ്ടുപിടി എന്നാണല്ലോ എല്ലാരും പറയണേ. ആരും മൈൻഡ് ചെയ്യണം. മോനെ കെറിയ വേണമെങ്കിൽ കൊണ്ടുവിടാ. എനിക്ക് ഇന്നാണ് നാളെ അല്ല, ചേട്ടൻ അഴിഞ്ഞൊഴിഞ്ഞ് പോവാൻ നോക്ക്. നീ പരീക്ഷയ്ക്ക് തോക്കൂടാ. പോടേണ്ടി. ഇന്നും നമ്മൾ പോണ സമയത്ത് കറക്റ്റ് ആയിട്ട് അവൾ വന്നത് കണ്ടാ. ഇന്നും നോക്കി ചിരിച്ച്. ഇവക്കിത് എന്നോട് തുറന്ന് പറഞ്ഞൂടെ? എന്നെ ഇഷ്ടമാണ് നമ്മൾ നിന്നോട് എങ്ങനെയാ പറയണേ? ഇവളെയും കൊതിപ്പിച്ച് കടന്നു കളഞ്ഞാലാ പങ്കാളി. ഈ അമർ ഒരു പെണ്ണിനെ നോട്ടമിട്ട് കഴിഞ്ഞാൽ അവളെ അന്തോണി വളച്ചിരിക്കും. കാണാം. തുഴഞ്ഞു ഒക്കെ ഇവിടം വരെ എത്തിയല്ല. ദൈവം എത്തിയല്ല. നിന്റെ വണ്ടി ഇപ്പൊ ഭയങ്കര സ്പീഡാണല്ലോ. എന്റെ വണ്ടി സ്പീഡായതൊന്നും അല്ല. അവളെ കണ്ടപ്പോ നിന്റെ വണ്ടി സ്ലോ മോഷൻ ആയതായിരിക്കും. ആ വിടക്കിന്റെ പുറകെ കണ്ട പോലെ പണിക്ക് പോയടാ. അപ്പൊ വൈകുന്നേരം കുടിക്കിട്ടോ. ഇവന് ഈ ഇടയ്ക്കായിട്ട് ഇച്ചിരി ഉപദേശം കൂടുതലാണ്. അവൻ പോയി കഴിയുമ്പോ അവന്റെ കുറ്റം പറയാടാ തെണ്ടി. നാളെ ഞാൻ ഇല്ലാത്തപ്പോ നീ എന്റെ കുറ്റം പറയൂലേ? അയ്യേ, കോപ്പ് നീ ഇതുവരെ ശരിയാക്കില്ലേ? ഇനി ഇന്നും ലേറ്റ് ആവുമല്ലോ. ആന്ന് പെട്രോൾ ഇറങ്ങാഞ്ഞിട്ടാന്ന് തോന്നുന്നു. ഇറങ്ങാഞ്ഞിട്ടാ ഒഴിക്കാഞ്ഞിട്ടാ? ഒന്ന് ചരിച്ചു നോക്കിയാലോ. നീ ചരക്കി. കഴിഞ്ഞ ആഴ്ച 30 രൂപയ്ക്ക് അടിച്ചാണല്ലോ. അമ്മച്ചി, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെയിം ടു യു ബ്രോ. എന്താണ് ഫോണില്? ഫേസ്ബുക്കിലാണോ?
നീയും ഫുൾ ടൈം ഫേസ്ബുക്കിലാണല്ലോ. നീ ആ കനികാമേനെ സ്വയം കൊടുക്കണുണ്ടാ? ഏത് +2 പഠിക്കണ കനികാമേനോനാ? ആ അറിയാന്നാ? അതേടാ. അമ്മച്ചിക്ക് എങ്ങനെ? അതിന് നീ കനികാമേനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. അന്നാ ഇപ്പൊ കണ്ടു. ഞാൻ തന്നെയാടാ. എപ്പോഴും ചോദിക്കും വിചാരിച്ചു ഞാൻ എന്താ ഡ്രസ് ആയിട്ടേക്കണേന്ന്. ഞാൻ എപ്പോഴും ചട്ടയും കൊണ്ടായിരിക്കും. ഇനി മേലെ ചോദിക്കരുത് കേട്ടാ. ഈ ഉജാല വണ്ടി മാറ്റിച്ച് വല്ല ആർ ഡ്രൈവേഴ്സിനൊക്കെ എടുക്കണപ്പാ. ഹെവി സ്പോർട്ടി റൈഡിങ് പൊസിഷനാണ്. ബാക്ക് മോണോഷോക്ക് ഉണ്ടല്ല, സൂപ്പർ പെർഫോമൻസ് ആണ്. ഇതേപോലെ വഴിയെ കിടത്തിയല്ല. കള്ള പഴയ ആളൊന്നും അല്ലാട്ടാ. ഹൈടെക് ഹൈടെക്. എന്റെ പൊന്ന് ജോസഫേട്ട, 500 പേരെ ചിക്കൻ ബിരിയാണി അല്ലേ? അത് ഞാൻ ഏറ്റെന്ന്. അപ്പൊ ശരി, ഞായറാഴ്ച കാണാം. ഓക്കെ. അല്ല പിന്നെ ദുരന്തോ എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്ന? ഏയ്, ഞാനിപ്പോ ദുരന്തമൊന്നും പറയാറില്ല. അതൊക്കെ എന്നെ നിർത്തി. ആഹാ, ഇന്ന് ഭയങ്കര അത്ഭുതമുള്ള 1/2 മണിക്കൂർ കൊണ്ട് സ്റ്റാർട്ടായില്ല വണ്ടി. പോവാം. രജു ഭായ്, ഷിബുവിന്റെ കല്യാണത്തിന് നമ്മൾ തർക്കണ്ടേ? പോലെ പോലെ പോലെ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. എന്തോന്ന് കല്യാണം. കല്യാണം കഴിക്കാൻ ഞാനും ഒരുങ്ങിക്കെട്ടി പള്ളി പോയി നിന്നതാ. എന്നിട്ടെന്തായി? പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വിളിക്കാൻ പോയ കാറുകാരുടെ ഒപ്പം അവള് പ്രേമിച്ച് ഒളിച്ചോടി പോയി. ഈ ഷിബുവിന്റെ പെണ്ണും പന്തലി വരും നിനക്ക് വല്ല ഉറപ്പുണ്ടാ? ബായ് ദുരന്തം പറച്ചിലൊക്കെ നിർത്തിന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഓ, ഈ വീട്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇവൻ. ഓ, എന്റെ തള്ളയുടെ തള്ളയപ്പോ അല്ലേ ചവിട്ടിക്കറി വാ. അല്ല, ഈ പ്രാവശ്യം നിങ്ങൾ പട്ടായിക്ക് പോണില്ലേ? ഞാനും വന്നുണ്ട്. ഞാനും. എന്നാ ഞാൻ വന്നില്ല. എന്നാ ഞാനും ഇല്ല. ഓ, അപ്പൊ നിങ്ങൾ ടൂർ പോയാണ്. പണ്ട് ഇതുപോലെ തന്നെ എന്റെ അമ്മാവൻ ടൂർ പോയ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞിട്ട് അതിലുള്ളവര് മൊത്തം ബോട്ടിൽ തീർന്നു പോയി. നീ വണ്ടി എടുക്കടാ. ഒരാളെങ്കിലും രക്ഷപ്പെടാറുന്നില്ല. പോലടാ, അമ്മാവനെ 9 കഷ്ണമായിട്ട് കൊണ്ടുവന്ന കഥയോട് കേട്ടിട്ട് പോടാ. കഷ്ടമുണ്ട് സാറേ, ഇപ്രാവശ്യം കട്ട് ചെയ്താൽ ശരിയാവില്ല. ആ കൂടെ കിട്ടുന്ന നക്കാപ്പിച്ച് അതിന്ന് പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോടെ. പഠിത്തം കഴിഞ്ഞ് വേലയും കൂലിയില്ലാതെ നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. താൻ പോയ 1000 പേര് വരും. അതിന് ഞാൻ പോയിട്ട് വേണ്ടേ? ഒന്നാമത് താൻ ഡെലിവറി ചെയ്യുന്നത് ലേറ്റ് ആയിട്ടാണ്. ആ പിന്നെ താൻ ഡെലിവറി ചെയ്യുന്ന പിസയിൽ ഒരു പീസ് കുറവാണെന്ന് പലതവണ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. ദേ, അനാവശ്യം പറയരുത്. സാറ് പറയുന്നത് കേട്ടതൊന്നും ഞാൻ ഒരു പീസ് പിസ എടുത്ത് നിന്നിട്ട് ബാക്കിയെല്ലാം ജോയിന്റ് ചെയ്താ കൊടുത്തതെന്ന്. വെറുതെ ഓരോന്ന്. ഇന്ന് മുതൽ ഞാൻ ഷാർപ്പ് ടൈം ആയിരിക്കും, നോക്കൂ. ഹലോ ഹലോ, മിസ്റ്റർ സുജിത് വാസുദേവ് അല്ലേ? ജഡ്ജസ് അവന്യൂ പാലാരിവട്ടം. ഓക്കെ സാർ, ഒരു 15 മിനിറ്റ്സ്. ഇല്ല, വൈകില്ല. ഓക്കെ സാർ, ഈ ഓർഡർ ഷാർപ്പ് ആയിരിക്കും, പെർഫെക്റ്റ് ടൈം ആയിരിക്കും, നോക്കൂ. Come on. ഷാർപ്പ് ടൈം. ഇന്ന് ഞാൻ കലക്കും. യെസ്. ഹലോ സർ, ഹൗ ആർ യു? പിസ കറക്റ്റ് ടൈം അല്ലേ സർ? ഷാർപ്പ്. പിസ എവിടെ? പിസ എടുക്കാൻ മറന്നല്ലേ? Excuse me, can you help me please? Where is the Levi's shop? Eh? The Levi's shop. You know the shop with branded clothes and all? You don't know where is it? Hello? എന്റെ പൊന്നമ്മച്ചി, സത്യമായിട്ടും എനിക്ക് ഇംഗ്ലീഷിൽ ഒരു വാക്ക് പോലും അറിഞ്ഞൂടാ. നാട്ടുകാർ ഓരോന്ന് വെറുതെ പറഞ്ഞുണ്ടാക്കണയാണ്. What? യു ഗോ പ്ലീസ്. എവിടെ ആക്സിഡന്റ്? വേണ്ട, വെറുതെ പള്ളിയാവട്ടാ. എനിക്ക് വേറെ പണിയൊന്നും. എന്താണെന്ന് നോക്കാൻ നീ വന്നേ. പോയി നോക്കണം. പെട്ടെന്ന് പിസ കൊണ്ട് പോടാ, അല്ലെങ്കിൽ നിന്റെ ശമ്പളം ഞാൻ കട്ടി. ദേവൻ, ഒന്ന് ഒതുങ്ങി ഒന്ന് മാറിയില്ല. അയ്യോ, സീരിയസ് ആണല്ലോ. എന്നാ പറ്റിയതാ? ആക്സിഡന്റ് ആയി കിടക്കുന്നത് കണ്ടൂടെ? ആശുപത്രി കൊണ്ടുപോണ്ടേ? എന്നാതെ ഇതുകൂടെ അങ്ങ് എടുക്കടാ. അതും എടുക്കാൻ പോകുന്നോ? നിന്റെ ഒരു മൊബൈല്. ഒരുത്തൻ ഇവിടെ ചാകാൻ കിടക്കുക, അന്നേരം മൊബൈലും കുഴപ്പിച്ചോണ്ട് വരുന്നത്.
ഒരാളുണ്ട്. ചേട്ടാ ഇതിൽ ജഡായി എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്, ഒന്ന് വിളിച്ചേ. ജഡായി സാബു. നിന്റെ അച്ഛനെ ഓടാ. അച്ഛനാണാ? എന്നാ കുഴപ്പമില്ല. നമ്മുടെ ഫോട്ടോ വെച്ച് ബീച്ച് നോക്കടാ, എന്ത് രസമില്ല കിടക്കണാണ്. പക്ഷേ ഈ നാറ്റം പെറ്റ തള്ള സഹിക്കൂല. ഇത് വല്ല അമേരിക്കയിലായിരുന്നെങ്കിൽ ഈ പാല് കിടക്കണതിന് വരും വല്ല മതാമമാര് കിടന്നാൽ. ഒരു കുലുക്കി സർവത്ത് പറഞ്ഞിട്ട് എത്ര നേരമായി താരാമ്പായി. എന്തൊരു മുടിഞ്ഞ തിരക്കട ഇപ്പൊ ഇവിടെ. തിരക്കാണെന്നാ. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു സർബത്ത് കിട്ടിയതേ MLA ശുപാർശക്കത്ത് കൊടുത്തിട്ടാണ്. എന്ത് ചെയ്യുന്ന കോമഡിയാണ് കൊള്ളൂല്ലേ? വേണ്ടായിരുന്നു. ഭയങ്കര മോശമായി പോയി. എനിക്കും തോന്നി. ഈ പാട ഇത് എവിടെ പോയി കിടക്കണ? ഇനി ഞാൻ പറയാൻ ഇനി ഏതെങ്കിലും പെൺപിള്ളേർ അപ്പന്മാര് തല്ലി കൊന്നാ അതാരാണ്? സോറിട്ടാ, എന്ത് നേരത്തെ പറഞ്ഞ കോമഡിയെ. ഓ കിട്ടും. എനിക്ക് തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു സർബത്ത് കിട്ടിയതേ മന്ത്രിയുടെ ശുപാർശക്കത്ത് കൊടുത്തിട്ടാണ്. എന്ത് ഊള കോമഡിയാടാ ഇത്. MLA മാറ്റി മന്ത്രിയാക്കിയാണല്ലോ. വന്നപ്പോ തൊട്ട് സഹിക്കണടാ ഈ വധൂരിനെ. നിങ്ങളുടെയൊക്കെ റേഞ്ചിന് പറ്റിയൊരു കോമഡി പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, സാർ എത്ര നേരം എവിടെയായിരുന്നു? എടാ വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ്. ആ ഗ്രൗണ്ട് സിഗ്നലില്ലേ, അതിന്റെ അടുത്ത് കേബിൾ കുഴിയിൽ ഒരു ചേച്ചി വീണ്. ഒറ്റ ഒരുത്തും തിരിഞ്ഞു നോക്കാണ്ടായില്ല. എന്നിട്ട് ഞാൻ ആ ചേച്ചി ഒരു ഓട്ടോ എടുത്ത് ആശുപത്രി കൊണ്ടാക്കി ബ്ലഡും കൊടുത്തിട്ടാണ് വരണത്. എത്ര വയസ്സുണ്ടായി? ചേച്ചിക്ക് ഒരു 40-45. ചേച്ചിക്കല്ല, ചേച്ചിയുടെ പുത്രിക്ക്. ചോദിച്ചില്ല, ഒരു 17 ഉണ്ടാവും. അതാണ്. അല്ലെങ്കിൽ നീയൊക്കെ ആരെങ്കിലും ഒക്കെ സഹായിക്കടാ. അതാണ്. എടാ മറ്റേ സാധനത്തിന്റെ ഫോട്ടോ ഉണ്ടോ? ഇല്ല. ഇത് MLA-യുടേത്, ഇത് മന്ത്രിയുടെ. അപ്പൊ എനിക്കാ വല്ല MP-യുടെ ശുപാർശക്കത്തോട്ട് വാബായി. ഈ തിരക്കിന്റെ ഇടയിലാണ് ഊള തമാശയായിട്ട് വന്ന് ഫുഡ് കിട്ടും. നമ്മുടെ ഒരു മാസത്തെ ശമ്പളം, പലിശക്കാരൻ, റേഷൻ കട, ഇൻസ്റ്റാൾമെന്റുകാരൻ, ആൾക്കാരൻ, ലോണ്, പെട്രോൾ, ഇവരാരും ഈ മാസം വന്നിട്ട് കാര്യമില്ല. അതെ. പട്ടായ. അയ്യോ എടാ, അപ്പൊ പാത്തൂരുള്ള ഗിഫ്റ്റ് മേടിക്കണ്ടേ? അതിനൊരു 1000 രൂപ മാറ്റിയാ പോരെ? അത് മതി. പങ്കാളി, നമ്മൾ ഇത്രയും നാളും കൂട്ടി വെച്ചതും ഈ മാസത്തെ സാലറിയും കൂടെ ചേർത്ത് 24,000 രൂപ വട്ടം എത്തിയിട്ടുണ്ട്. അതിന്ന് ഒരു 30 രൂപ കുറയും. എന്താ? ആ സർബത്തിന് കാശ് കൊടുത്തില്ലേ? ഇവരെന്തൊരു തോൽവിയാടാ. എടാ ഓഫർ ചെയ്യുന്നതിന് മുമ്പ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലേ 24,000 രൂപയ്ക്ക് കിട്ടുമെന്നാണ് ആ ഫൈസൽ പറഞ്ഞത്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ശരിക്കും പട്ടായ പോവും.